പഞ്ചായത്തിന് ആ പെൻഷൻ കാശ് കിട്ടുന്നതായിരുന്നു പ്രതീക്ഷ. അപ്പൊ അത് പോയി. ഈ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും ഒരു കണക്കാ. അതൊക്കെ നടന്നു എന്നല്ലാതെ പിന്നെ ഇതിനു വേണ്ടി അതൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ക്രിസ്മസ് ആണ്, ഞാൻ കുറച്ച് പൈസ അങ്ങ് സഹായിച്ചാൽ അതങ്ങ് നടക്കും. അതൊന്നും വേണ്ട സാഹിബേ, കടം വാങ്ങിയാലൊന്നും ശരിയാവില്ല. ഞാൻ ആ സുഗതന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി നോക്കിയാലോ ഒന്ന് ആലോചിക്കാം. ഏതായാലും ഇത്രടം വന്നതല്ലേ. എന്നാ പിന്നെ മാഷുടെ ആദ്യമേ ഉള്ളൊരു സ്വഭാവമാണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത്. അത് നടക്കണമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അതുവരെ ഒന്ന് പോട്ടെ. ഓ കേട്ടോ, എന്നാ ആവട്ടെ. എന്നാ ഞാൻ നാളെ ഒഴിവുപോലെ അങ്ങ് വരാം. വൈകുന്നേരത്ത് വരുമല്ലോ. ഓ കേട്ടോ, ഞാൻ ഇറങ്ങാം. അപ്പോൾ കാണാം. ബൈ ബൈ. സത്യശീലനോ? എന്താണോ ഇത്? വാ വാ വാ. എന്താ ഈശ്വരാ നീ കാണുന്നത്? വാ വാ. കേറ് കേറ്. പതുക്കെ. ഇവിടെ ഇരിക്കും. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ കുറെ ദിവസമായി തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിക്കണം. നന്നായിടോ. പക്ഷെ കുറച്ച് നടക്കുമ്പോഴേക്ക് ആകെ കഥപ്പാടും. ആകെ കഥയ്ക്കും. കയ്യിനിപ്പോൾ എങ്ങനെയുണ്ട്? കയ്യിന് കുഴപ്പമില്ല, പക്ഷെ ഒരു ഷിവറിങ് ഉണ്ട്. ബോ പിടിക്കാനൊന്നും വയ്യ. എന്നാലും അനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുണ്ടല്ലോ. ക്രിസ്തുമസ് ഒക്കെ അല്ലടോ വരുന്നത്. ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. എന്നെ നേരിട്ട് കണ്ടില്ലേ, അതിലും വലിയ ഗിഫ്റ്റ് ഇനി എന്താ? അല്ല അതല്ല, അതൊന്നും വേണ്ടടോ. ഇല്ലെങ്കിൽ തന്നെ നിമ്മക്കൊക്കെ എന്ത് ക്രിസ്മസാ. പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരൊക്കെ കണ്ടിട്ട് കാലം എത്രയെന്നറിയാം. 2 അറ്റാക്ക് കഴിഞ്ഞതിൻ്റെ ശേഷേ ഈ ഗേറ്റിൻ്റെ പുറത്തേക്ക് കിടക്കരുത് എന്നാ മക്കളുടെ ഉത്തരവ്. ശ്യാമളെന്ത് പറയുന്നു? ഈ ഭാഗ്യം ചെയ്തതാണോ? അവളെപ്പോഴും കൂടെ ഉണ്ടല്ലോ. അതെ. എനിക്കോ നേരത്തെ പോയില്ലേ. പിന്നെ അനക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവരുടെ ആട്ടും തുപ്പും കേൾക്കണ്ട. ഭാഗ്യവാനയ്യൊക്കെ. സത്യം പറഞ്ഞാൽ അനക്കൊരു ഗ്ലാസ് ചായ വെച്ച് തരണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിനും കൂടി വഴിയില്ലടോ. എല്ലാ ബാധ്യതയും തീർത്തിട്ട് അങ്ങോട്ട് മേപ്പിട്ട് പോകണമെന്നാണ് ആഗ്രഹം. നടക്കും തോന്നുന്നില്ല. ഞാൻ നടക്ക് കുറച്ച് പൈസ തരാല്ലേ? അതും കൂടി തരാൻ ചില വഴിയില്ലടോ. 10ൻ്റെ നോട്ടിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് മാസങ്ങളായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇരിക്കാനൊന്നും പറയില്ല ഞാൻ. ഇരുന്നിട്ട് കാര്യമില്ല.